എത്ര പേർക്ക് പരാജയങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്? ഒന്ന് ചാറ്റിലേക്ക് വരാൻ പറ്റും. എത്ര പേർക്കുണ്ട് ഫെയിലിയേഴ്സ്? യെസ്. ശ്രീജിൽ പറഞ്ഞു, തരുൺ പറഞ്ഞു, യെസ്. ഒരുപാട് പേർക്ക് പരാജയങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ആ പരാജയപ്പെട്ടപ്പോഴും എന്തുകൊണ്ട് നാം ഓരോരുത്തരും തന്നെ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? എന്തായിരുന്നു അതിന്റെ റീസൺ എന്ന് ഏതെങ്കിലും സന്ദർഭത്തിൽ നാം ആലോചിച്ചിട്ടുണ്ടായിരുന്നു? ഒന്ന് ആൻസർ പറയാം. എന്തുകൊണ്ടാണ് നാം പരാജയപ്പെട്ടത്? ഇല്ല. യെസ്. പ്രവീണ പറയുന്നു, ഓക്കെ. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. ഏകദേശം 19ഓളം ഷോപ്പുകൾ നടത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. 15 വർഷം കൊണ്ട് 19 ഷോപ്പുകൾ ഉണ്ടാക്കി. 2015 ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത് 19 ഷോപ്പുകളായിരുന്നു. അത് പിന്നീട് 4 ഷോപ്പുകളായിരുന്നു. ഒരു ദിവസം 2016 ഒരു ദിവസം കൊണ്ട് അതിൽപ്പെട്ട 3 ഏറ്റവും പ്രധാനപ്പെട്ട 3 എൻ്റെ അടുത്ത് നഷ്ടപ്പെട്ടു. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മാളിൽ നടന്ന ഒരു ആക്സിഡന്റ് ഭാഗമായി താഴെനിലയിലുണ്ടായിരുന്ന ഹൈപ്പർ മാർക്കറ്റ് ഒന്ന് തീ പിടിച്ചു. അതിലൂടെ എൻ്റെ ബാക്ക് ബോണായി നിന്ന കഴിഞ്ഞ ഏകദേശം 20ഓളം വർഷങ്ങൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന, എൻ്റെ എല്ലാ ഉയർച്ചയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ബിസിനസ് ആയിരുന്നു. 3 പ്രധാനപ്പെട്ട ബിസിനസ്സുകൾ ഒറ്റ ദിവസം നഷ്ടം. കഴിഞ്ഞ ദിവസം ഈ സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെയായിരുന്നു. ഉടനെ തന്നെ ഞാൻ സുനിത മാമിനെ വിളിച്ചു പറഞ്ഞു, മാം, ഈ സെഷന്റെ റിവിഷൻ ഒന്നും കൂടി എനിക്ക് എടുക്കണം. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നടന്ന സെഷനെ വീണ്ടും കണ്ടവർ ആരെങ്കിലും ഉണ്ടായിരുന്നു? സാറെടുത്ത സെഷനെ വീണ്ടും നമ്മളൊന്ന് അനലൈസ് ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു? യെസ് ഓർ നോ? ആരെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട്? യെസ്. തരുൺ പറഞ്ഞു യെസ്. യെസ്. നാം ഇവിടെ പഠിക്കുന്നത് തന്നെയാണെങ്കിൽ സിംഗിൾ ലൂപ്പ് ലേണിങ്ങിലൂടെ നമുക്ക് ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. ഓരോരോ ദിവസം നമുക്ക് ലഭ്യമാകുന്ന അറിവുകൾ അതിനെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാം അതിനെ വീണ്ടും പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വെച്ചൊരു ചെക്ക് ലിസ്റ്റ് ആയിരുന്നു, ഈ സെഷനെ വീണ്ടും ഒന്ന് റിപ്പീറ്റഡ് ആയി കണ്ടുകൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. എൻ്റെ എക്സ്പീരിയൻസുകൾ അതൊരു പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് മറ്റൊരു എനർജി നൽകുമെന്ന ഒരു വിശ്വാസമാണ് എനിക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷനുകളാണ്. എല്ലാം തന്നെ ശരിയാവും. നമ്മുടെ മുമ്പിൽ ഒരുപാട് റോൾ മോഡലുകൾ ഉണ്ടായിരുന്നു. പല വ്യക്തികൾ, പല സാഹചര്യങ്ങൾ, പലപ്പോഴും ഫ്രണ്ട്സുകൾ, നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ള കുറച്ച് ആളുകൾ, ഇവരൊക്കെയാണ് നമ്മളെ പലപ്പോഴും ഈ രംഗത്തേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞു, ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആദ്യത്തെ ദിവസങ്ങളിൽ, ആദ്യത്തെ മാസങ്ങളിൽ, ഒരു പക്ഷെ 3 മാസം കഴിയുമ്പോഴാണ്, 6 മാസം കഴിയുമ്പോഴാണ് എന്താണ് റിയാലിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സന്ദർഭത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന ഇൻസ്പിറേഷനുകളെല്ലാം തന്നെ ചോർന്നു. എന്തുകൊണ്ടാണ് ബിസിനസ് ഫെയിലിയേഴ്സ് ആവുന്നത്? പലപ്പോഴും ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ലിക്വിഡായിട്ടുള്ള ക്യാഷുകൾ പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാവാറില്ല. എത്രമാത്രം ക്യാഷ് വേണമെന്നും എങ്ങനെയാണ് ഒരു സ്ഥാപനത്തെ മുന്നോട്ടേക്ക് നയിക്കേണ്ടതെന്നും പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവാറില്ല. ആ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, എത്രമാത്രം ക്യാഷ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം റൺ ഔട്ട് ഓഫ് ക്യാഷ്. അതെ, ക്യാഷ് ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത്. നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? കുറച്ച് ഇന്റീരിയേഴ്സ്, കുറച്ച് സ്റ്റോക്ക്,
അറേഞ്ച് ചെയ്താൽ നമുക്കൊരു സ്ഥാപനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? ഒരിക്കലുമില്ല. നമ്മുടെ പക്കൽ എത്രമാത്രം ക്യാഷ് ഉണ്ട്, എത്രമാത്രം എമർജൻസി ഫണ്ടുകൾ, എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര മാസം ഈ സ്ഥാപനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ പക്കൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തെ പലപ്പോഴും നാം കാണാറില്ല. നമ്മളെല്ലാവരും തന്നെ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസിലേക്കാണ്. ആദ്യത്തെ ദിവസം നടക്കുന്ന സെയിൽസ്, അത് നമ്മുടെ ഫ്രണ്ട്സാണ്, ഒരു പക്ഷേ റിലേറ്റീവ്സും വന്ന് ഒരു അടിപൊളി സെയിൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ, ഒരു മാസം കഴിയുമ്പോൾ, ഒരു 3 മാസം കഴിയുമ്പോഴാണ് നാം റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടേ. ആ സന്ദർഭത്തിൽ നമ്മുടെ പ്രോഡക്റ്റിനെയോ നമ്മുടെ സ്ഥാപനത്തെയോ നാം എന്ത് ബിസിനസ്സാണ് തുടങ്ങിയത് വെച്ചാൽ അതിൻ്റെ റിയൽ ഫേസുകൾ നമ്മളിലേക്ക് എത്തുന്നത്. അവിടെയാണ് ക്യാഷിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. സെയിൽസ് കുറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. റവന്യൂ, അതേപോലെ തന്നെ പ്രോഫിറ്റ് എല്ലാം തന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം വലിയ പ്രശ്നം ഉണ്ടാകും. പക്ഷേ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 2025 നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ഫോക്കസ് ഒരു ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ക്യാഷ് റിച്ച് ആയിട്ട് ഏത് സന്ദർഭത്തിലും ക്യാഷിന് വേണ്ടി നാം ഒരിക്കലും തന്നെ ഓടുന്ന ഒരവസ്ഥ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളെ എങ്ങനെ മാറ്റുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. 2 സ്ഥാപനങ്ങൾ അടിപൊളിയായി നടത്താൻ വേണ്ടിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട്. ഈ സെഷനിലേക്ക് വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എവിടേക്കാണ് എൻ്റെ പക്കൽ മിസ്റ്റേക്കുകൾ. സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റുകളും നാം നടത്തപ്പെടുമ്പോൾ ഏത് രീതിയിലാണ് ഇതിനെ നാം ഓർഗനൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യം നമ്മളിലേക്ക് വരുന്നു. ഏറ്റവും പ്രധാനമായി നാം ഫോക്കസ് ചെയ്യേണ്ടത് എത്ര ദിവസത്തേക്ക്, എത്ര മാസത്തേക്ക്, എത്ര വർഷത്തേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഒരു വർഷത്തിനപ്പുറത്ത്, 3 വർഷത്തിനപ്പുറത്ത്, 10 വർഷത്തിനപ്പുറത്ത് നാമും നമ്മുടെ സ്ഥാപനം എവിടെ നിലകൊള്ളുന്നു, എവിടെയായിരിക്കണം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ജേണി കൃത്യമായി നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാഷ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ബിസിനസ്സിൽ നാം ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിർബന്ധമായും നാം നോക്കി കാണേണ്ടുന്ന 4 കാര്യങ്ങൾ. ഒന്ന് അതിൻ്റെ ബഡ്ജറ്റിംഗ് തന്നെയാണ്. ബിസിനസ് എന്നാൽ നമുക്കറിയാം ഒരു വാഹനം പോലെയാണ്. അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാഴ്ചകൾ നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയും. അടുത്ത മാസം എന്താണ് സംഭവിക്കാൻ പറ്റും, 3 മാസം കഴിയുമ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെക്കാൻ, ഈ 2025 കുറിച്ച് ഉണ്ടാക്കി വെക്കാനുള്ള നമുക്ക് കഴിവുണ്ടോ? നാം ഓരോരുത്തർ നോക്കേണ്ടത് എന്താണ് നമ്മുടെ ബഡ്ജറ്റ്. ഈ 2025 ഈ ഡിസംബർ 31 ആവുമ്പോൾ ഞാൻ എവിടെയായിരിക്കണം, എൻ്റെ സ്ഥാപനം എവിടെയായി, ആ ബഡ്ജറ്റിംഗ് നമുക്ക് കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു വാഹനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മറ്റു മിററുകൾ, ചെറിയതായിട്ട് റിയർ വ്യൂ മിറർ, അവിടെ നമുക്ക് P&L-ഉം ക്യാഷ് ഫ്ലോയും അതോടൊപ്പം തന്നെ ബാലൻസ് സ്റ്റേറ്റ്മെന്റും നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പം ഒരു സ്ഥാപനത്തെ കൃത്യമായിട്ട് ലീഡ് ചെയ്യുവാൻ നമുക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ലഭിക്കും. ബഡ്ജറ്റിംഗ് നമുക്ക് ഒരുപാട് ക്ലാരിറ്റി വരുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ നമുക്ക് നൽകുന്നത് മറ്റൊരു എനർജി. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യാഷ് ഫ്ലോ തന്നെയാണ്. ഈ ക്യാഷ് ഫ്ലോ നമുക്ക് നമ്മുടെ പക്കൽ എത്രയുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എത്രയുണ്ട് നമ്മുടെ പക്കൽ, ഒരു മാസത്തേക്കുണ്ടോ, ഒരു 3 മാസത്തേക്കുണ്ടോ, 6 മാസത്തേക്കുണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ഒരു വർഷത്തേക്കുണ്ടോ എന്ന ചോദ്യം നാം ഓരോരോ സന്ദർഭത്തിലും നാം ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു എനർജി, എവിടെയാണ് നമ്മുടെ ബിസിനസ് നിലകൊള്ളുന്നത്, എവിടെയാണ് നാം ഓരോരുത്തരും തന്നെ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന്, നാം എല്ലാവരും ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു സ്റ്റാർ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും.
ഒരു സ്ഥിരമായി നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ R&D നമുക്ക് നിർബന്ധമായും നമ്മുടെ വിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിങ്ങിൽ നമ്മുടെ ജേണിയിൽ നാം കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പ്രോഫിറ്റ് തരാത്ത, അതല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രം നൽകുന്ന ചില ഏരിയകളുണ്ടായി. അവയെ നാം കൃത്യമായി മനസ്സിലാക്കുക. ഈ സെഷനിലെ നമ്മൾ CRMൽ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന BCG മെട്രിക്സ് എന്ന സെഷനിലൂടെ സാർ അത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്റ്റാർ പ്രോഡക്റ്റ് എന്താണ്, അത് എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കിയത്, അതേപോലെ തന്നെ കവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. അതായത് സ്ഥിരമായി വലിയ അപ്ഡേഷനുകൾ വരില്ല, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനങ്ങൾ തരുന്ന ഭാഗങ്ങൾ. അതേപോലെ തന്നെയാണ് R&Dയും നാം നോക്കിക്കാണേണ്ടത്. എവിടെയാണ് നമുക്ക് നഷ്ടങ്ങൾ വരുന്നത് എന്നും നാം ഓരോരോ സന്ദർഭത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ കോർ പ്രോഡക്ട്സുകൾ എന്താണെന്ന് നാം അറിയേണ്ടത്. പലപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളത്. എവിടെയാണ് നമുക്ക് വരുമാനങ്ങൾ നൽകുന്നത്, എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റുകൾ നൽകുന്നത് എന്ന് പലപ്പോഴും നമുക്ക് അറിയാറില്ല. നമ്മളൊരു ജേണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 15 വർഷം, ഞാൻ ആദ്യം തന്നെ പറയാം, 19ഓളം ഷോപ്പുകൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പക്ഷേ അതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുപോകാൻ സാധിച്ചു എന്നല്ലാണ്ട് കൃത്യമായ ഫോക്കസോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് 15 വർഷം കൊണ്ടുണ്ടാക്കിയെടുത്ത സാധനം 5 വർഷം കൊണ്ട് 4ലേക്ക് എത്തിയത്. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു, 3 ഒരൊറ്റ ഒരു ആക്സിഡന്റിലൂടെ നഷ്ടപ്പെട്ടു. അപ്പൊ നാം ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ഒരേപോലെ പോകും, അല്ലെങ്കിൽ ഈ വർഷവും അതിൻ്റെ അപ്പുറത്തുള്ള വർഷങ്ങളെല്ലാം തന്നെ ഒരുപോലെ മുന്നോട്ടേക്ക് പോകുമെന്ന ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും തന്നെയാണ്. ആ ധാരണ നാം പൊളിച്ചെഴുതണം. ഓരോ സന്ദർഭത്തിലും നാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. 2025 നാം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാഷിന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അസറ്റുകൾ എന്താണെന്നും നമ്മുടെ ലയബിലിറ്റികൾ എന്താണെന്നും നാം അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് നമ്മുടെ അസറ്റ്, നാം ചെയ്തു നോക്കിയിട്ടുണ്ടോ? എവിടെയാണ് ഞാൻ നിലകൊള്ളുന്നത്? ഇന്നും മൈനസിൽ തന്നെയാണോ ഓടുന്നത്, അതല്ലെങ്കിൽ പ്ലസിലാണോ, അതല്ലെങ്കിൽ ന്യൂട്രലിലാണോ നാം നിലകൊള്ളുന്നത്? നാം നമ്മോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. കാരണം ഇന്ന് ജനുവരി 11, ഈ വർഷത്തിന്റെ ആദ്യ ഭാഗം തന്നെയാണ്. ഇന്നു മുതൽക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽക്ക് നാം ഒരു സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്ര വളരെ സുഗമമാക്കി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എത്രമാത്രം നെറ്റ്വർത്തുള്ള വ്യക്തികളാണ് നാം ഓരോരുത്തരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് നമ്മുടെ നെറ്റ്വർക്ക്? നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കിയിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉണ്ണേട്ടാ, നെറ്റ്വർക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ? യെസ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. മലപ്പുറത്താണ്, ഫർണിച്ചർ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാറ് പറഞ്ഞതിന് ശേഷം അസറ്റ്സും ലയബിലിറ്റീസും രണ്ട് കോളമായിട്ട് എടുത്തിട്ട് നമ്മൾ എഴുതി വെച്ച് നോക്കി. അപ്പോൾ നമ്മളെ അസറ്റ്സിന്റെ കോളത്തിൽ നമ്മളൊരു 6.5 CR അടുത്ത് വരുന്നുള്ളൂ. പിന്നെ ലയബിലിറ്റീസ് വലിയൊരു ലയബിലിറ്റീസ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ തന്നെ നമുക്കത് എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലയബിലിറ്റീസ്, ചെറിയ ചെറിയ ലയബിലിറ്റീസ് ഉള്ളതൊക്കെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ആ BCG മെട്രിക്സ് നോക്കിയിട്ട് നമ്മുടെ ക്യാഷ് കവ് ഏതാണെന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള, എനിക്ക് ഓരോ വർഷങ്ങളിലും ഓരോ രീതിയിലാണ് ഓരോ പ്രോഡക്റ്റുകൾ. ചില വർഷങ്ങളിൽ ചില പ്രോഡക്റ്റുകൾ നന്നായിട്ട് മൂവ് ചെയ്യും, അടുത്ത വർഷം വേറെ ചില പ്രോഡക്റ്റുകളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഉണ്ണേട്ടാ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നമ്മൾ പലതും നാം നോക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെഷർ ചെയ്യാത്ത ഒന്നും തന്നെ നമുക്ക് വളർത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ എവിടെയാണ് നാം ഫോക്കസ് ചെയ്യേണ്ടതെന്ന ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു അവയർനെസ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ ഭാഗത്തെ കൃത്യമായി ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുക. പലപ്പോഴും നമ്മളെല്ലാവരും തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്
പലതരത്തിലുള്ള അസംഷനുകളിലൂടെയാണ്, അല്ലെ? ഇന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത്. പക്ഷെ നമ്മൾ കൃത്യമായ ഡാറ്റകൾ പരിശോധിച്ച് നോക്കിയാൽ പ്രോഫിറ്റും അതോടൊപ്പം തന്നെ റവന്യൂ നൽകുന്നത് പലപ്പോഴും മറ്റു പല സെഗ്മെന്റുകളുമായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഫോക്കസ് ചെയ്യുന്ന ചില പ്രോഡക്റ്റുകളാണെങ്കിൽ യഥാർത്ഥം അത് ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസിന്റെ കൃത്യമായ സ്ട്രക്ചർ നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നു. അതോടൊപ്പം 2025 എത്രമാത്രം ക്യാഷ് റിച്ച് ഉള്ളതും അതോടൊപ്പം നാം ഓരോരുത്തരും തന്നെ നമ്മുടെ നെറ്റ്വർത്ത് എത്രയുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഓരോന്നും ചെയ്യുവാനും അതിനനുസരിച്ച് നടപ്പിലാക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും തന്നെ നാം എവിടെയാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ 2024 നാം എവിടെയാണ് ആയിരുന്നു എന്നുള്ള കാര്യം നാം ആദ്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. സ്വപ്നങ്ങളെല്ലാം തന്നെ നമുക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. 2025 കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. 2028 കുറിച്ച് നമുക്ക് കാഴ്ചപ്പാടുണ്ട്. 2035 നാം എവിടെ എത്തണമെന്ന് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ നാം നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്. ആ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ ക്യാഷ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സ്ട്രാറ്റജികളാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് നാം ഓരോരുത്തരും തന്നെ കൃത്യമായി മനസ്സിലാക്കണം. എൻ്റെ കഴിഞ്ഞ പരാജയങ്ങൾ, എൻ്റെ ബിസിനസ്സിൽ വന്ന എൻ്റെ പരാജയങ്ങളിലെല്ലാം തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഇൻസൈറ്റുകളാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു പോയിട്ടുള്ളത്, എവിടെയായിരുന്നു ഒരു പാകപ്പിഴവ് എന്ന്. ഇന്ന് അടുത്ത ഒരു 3 മാസത്തിന് ശേഷം ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, ഒരു പുതിയൊരു ബിസിനസ്. അതിലേക്ക് ഞാൻ ആദ്യത്തെ കാലഘട്ടത്തിലാണ് എങ്കിൽ കുറച്ച് പ്രോഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് ഒരു സ്ഥാപനം തുടർന്നിരുന്നു, ഒരു ഹോൾസെയിൽ തന്നെയായിരുന്നു. ചൈനയിൽ നിന്ന് ഒരു കണ്ടെയ്നർ അയച്ചു, ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ വിറ്റു, ബാക്കി കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പായി. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കിയത്, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാൻ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രോഡക്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് എത്രമാത്രം ഫണ്ട് വേണ്ടി വരും, എത്രമാത്രം ക്യാഷ് വേണം നമുക്ക്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, എമർജൻസി ഫണ്ടായി നമ്മുടെ പക്കൽ എത്ര വേണം, ഒരു വർഷം ഒരു സെയിൽ ഇല്ലെങ്കിൽ പോലും മുന്നോട്ടേക്ക് പോകുവാനുള്ള ശേഷി നമുക്കുണ്ടോ, ആ രീതിയിലേക്ക് മാറും. അതിനുശേഷം മാർക്കറ്റിംഗ്, പ്രോഡക്റ്റിന് എങ്ങനെ പിച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതൊക്കെ സെഗ്മെന്റിൽ ആരൊക്കെയാണ്, എവിടെയാണ് നമ്മൾ കസ്റ്റമർ, ഈ കാര്യങ്ങളൊക്കെ നാം പഠിക്കുക എന്ന്. അപ്പോൾ ക്യാഷ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോരോ ബിസിനസ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ പരാജയങ്ങൾക്കുള്ള ഏറ്റവും വലിയ കാരണം വേണ്ടത്ര ക്യാഷ് ഇല്ല എന്നുള്ള, റൺ ഔട്ട് ഓഫ് ക്യാഷ്. രണ്ടാമത്തെ റീസൺ പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ്. അതെ, മാർക്കറ്റിനെ കുറിച്ച് അറിവുകൾ വളരെ കുറവായിരുന്നു. 2016 ഞാൻ കോഴിക്കോട് എൻ്റെ ആ സ്ഥാപനം തുടങ്ങിയത്. 1-2 വ്യക്തികളുമായി സംസാരിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ ഒരു കണ്ടെയ്നർ സാധനം ഞാൻ എന്ത് ചെയ്തു, കോഴിക്കോട്ടേക്ക് അയച്ചു. ഒരു ലൈസൻസ് എടുത്തു, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസ് എടുത്തു, ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞു, ലീഗലി ഉള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, സാധനങ്ങളും അയച്ചു, ഡിസ്പ്ലേ ചെയ്തു, വലിയ രീതിയിൽ എന്ത് ചെയ്തു, ഒരു ഓപ്പണിങ്ങും നടന്നു. കസ്റ്റമറെ കാത്തിരുന്നു. കാരണം എൻ്റെ പക്കലുണ്ടായിരുന്ന ഇൻഫർമേഷൻ, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിൽ കുട്ടികളെ കാണാറില്ല. കാരണം ഞങ്ങളൊക്കെ എണീച്ച് വരുന്നങ്ങാടി മുന്നേ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോയിരിക്കും. 4 മണിക്കും 5 മണിക്കുമാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നീട് അവർ തിരിച്ചു വരുന്നത് 2 മണിന്റെ 3 മണിന്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമുക്ക് പുറത്ത് കാണാൻ വളരെയധികം. എന്നിട്ട് പോലും 365 ദിവസം ഞങ്ങൾ ബാഗിന്റെ കച്ചവടം ചെയ്യുന്നു. ആ സന്ദർഭത്തിലാണ് ഞാൻ നോക്കിയത്, ഞങ്ങളുടെ പക്കൽ
എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് കോഴിക്കോട് സിറ്റിയിൽ തന്നെ അതിനോടനുബന്ധിച്ചുള്ള 1-2 പഞ്ചായത്തുകൾ ഫോക്കസ് ചെയ്തു ഏകദേശം 10-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഒരുപാട് കുട്ടികളെ നമ്മൾ കാണും. അതുകൊണ്ട് തന്നെ എൻ്റെ ബിസിനസ് ഇവിടെ വിജയിക്കുമെന്നുള്ള ധാരണയിലാണ് ഞാൻ കുറേ പ്രോഡക്റ്റ് അയച്ചു. എന്താണ് കൃത്യമായിട്ട് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കി. ഒരു മെയ് മാസത്തിലായിരുന്നു, ജൂണിലാണ് സ്കൂൾ തുറന്നത്. ഞാൻ എന്ത് ചെയ്തു, ഒരു 15 ദിവസം മുൻപാണ് നമുക്ക് ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. മാർക്കറ്റിനെ കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞു. വളരെ കുറച്ച് പേര് എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് എനിക്ക് മനസ്സിലായത് സെയിൽസ് എല്ലാം തന്നെ, സ്കൂൾ ബാഗിന്റെ സെയിൽസുകളെല്ലാം തന്നെ നടക്കുന്നത് മാർച്ച് കഴിഞ്ഞ പാടാണ്. അതോടൊപ്പം തന്നെ ഒരു വർഷത്തേക്കുള്ള സെയിൽ ആകെ 1-2 മാസം, അതായത് ഏപ്രിൽ മെയ്യിൽ മാത്രമാണ്. ഏപ്രിലോട് കൂടി തന്നെ ഏകദേശം ഹോൾസെയിൽ മാർച്ചിലും പിന്നീട് ഏപ്രിൽ മുതൽക്കുള്ള സെയിൽസ് നടക്കും. നമുക്കറിയില്ലായിരുന്നു മാർക്കറ്റിന്റെ പൊസിഷൻ എന്താണ്, എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് പരാജയപ്പെട്ടു. ഇന്ന് പുതിയ രീതിയിലേക്ക് പുതിയ ഒരു സ്ഥാപനം തുറക്കാൻ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ആദ്യം തന്നെ കഴിഞ്ഞ ഡിസംബറിൽ ചൈനയിൽ പോയപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കണ്ടെയ്നർ അറേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞത് ഫെബ്രുവരി 15 ആകുമ്പോൾ എനിക്ക് പ്രോഡക്റ്റ് കിട്ടും, എന്നാൽ മാത്രമാണ് എനിക്ക് സാധിക്കുകയുള്ളൂ ഈ സാധനം മാർക്കറ്റ് ചെയ്ത് എൻ്റെതായ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അതൊരു അവയർനെസ് മാർക്കറ്റിനെ കുറിച്ച്. കാരണം മാർക്കറ്റിൽ നമുക്ക് എന്തായാലും മാർച്ചോടുകൂടി തന്നെ നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. ഏപ്രിൽ മുതൽക്ക് നമ്മൾ സെയിൽ തുടങ്ങും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ജൂണിന് ശേഷം സെയിലുകൾ നടക്കില്ല. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കുട്ടികൾ എല്ലാ ദിവസവും ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകുന്ന സീനുകൾ നാം കാണും. പക്ഷെ എൻ്റെ പ്രോഡക്റ്റ് വിൽക്കപ്പെടുന്നത് ജൂണിന് മുൻപ് മാത്രം. അപ്പൊ അതൊരു മാർക്കറ്റ് അവയർനെസ് ആണ്. അപ്പോൾ ഈ പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു ബിസിനസ് എൻ്റെ നിന്നും പരാജയപ്പെടാൻ പറ്റുക. അപ്പൊ നാം നമ്മോട് ചോദിക്കുക, നാം എവിടെയാണ് നിൽക്കുന്നത്? മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം അവയർനെസ് ഉണ്ട്? പലപ്പോഴും നാം പ്രോഡക്റ്റ് സെൻട്രിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിനെയാണ് നാം ഓരോരുത്തരും ബിൽഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ മാർക്കറ്റിനെയാണ് നാം ഓരോരുത്തരും തന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. മാർക്കറ്റിന്റെ പെയിൻ എന്താണ്, ഏത് തരത്തിലുള്ള ഒരു കസ്റ്റമേഴ്സിനാണ് നാം സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ആദ്യം തന്നെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഇൻസൈറ്റുകളുണ്ട്. ആദ്യമായി തന്നെ നാം മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ. എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒരിക്കലും തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത നാം ഓരോരുത്തരും തന്നെ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് 80% മുകളിലുള്ള 20% എല്ലാ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. ആ 20% നമുക്ക് എങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നാം ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് എൻ്റെ പ്രോഡക്റ്റിനെ പിച്ച് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ്. മുന്നേ നമുക്കത് അറിയില്ലായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായി വിൽക്കാൻ സാധിക്കുമെന്ന ഒരു അസംഷനിലൂടെയായിരുന്നു ഞാൻ മുന്നോട്ടേക്ക് പോയത്. പക്ഷെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇവിടെ എത്ര കുട്ടികളുണ്ടെന്നും എത്ര സ്ഥാപനങ്ങളുണ്ടെന്നും എത്ര കോളേജുകളുണ്ടെന്നും എത്ര റീറ്റെയിലേഴ്സ് ഉണ്ടെന്നും എത്ര ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെന്നും എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നും കൃത്യമായ ഇൻഫർമേഷനുകൾ, ഡാറ്റകൾ നാം ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ നാം ആദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു പ്രോഡക്റ്റ് കൊണ്ടത് ആ പ്രോഡക്റ്റിനെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് നാം കൊണ്ടുവന്നത് എല്ലാ ആൾക്കാരും വാങ്ങിക്കൊണ്ടു പോകുമെന്ന ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ അത് മിഥ്യായ ഒരു ധാരണ തന്നെയാണ്. അതിലൂടെ ഒരിക്കലും തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഇപ്പൊ പ്രോഡക്റ്റ് സെൻട്രിക് ആയി ഒരിക്കലും തന്നെ നമ്മുടെ ബിസിനസ്സിനെ മാറ്റാതെ മാർക്കറ്റ് സെൻട്രിക് ആയി കസ്റ്റമർ സെൻട്രിക് ആയി വേണം നാം ഓരോരുത്തരും തന്നെ നമ്മുടെ ബിസിനസ്സിനെ സെറ്റാക്കിയെടുക്കുക. സിസ്കാന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടോൾ. നമ്മൾ മാർക്കറ്റിംഗ് ആണല്ലോ രണ്ടാമത്തെ പറയുന്നത്. നമുക്കൊക്കെ മുജീബ് ഖാൻ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ 10-15 വർഷമായിട്ട്
രാപ്പകലില്ലാതെ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഫസ്റ്റ് മുജീബ്ക്ക ചോദിച്ചിരുന്നു ബിസിനസ് പരാജയപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ആ, കുറെ കാശ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് കാശ് ഓക്കെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നാട്ടിൽ പോയിട്ട് കുറെ സ്ഥലം എടുത്തു. സ്ഥലം എടുത്തപ്പോൾ അത് പിന്നെ അവിടെ വെള്ളം കിട്ടൂല എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ പറഞ്ഞ് ഹോൾസെയിൽ ട്യൂഷൻ തുടങ്ങാതെ. അപ്പൊ വലിയ 2 റൂം എടുത്തിട്ട് ഇവിടുത്തെ മില്യൺസ് മുടക്കിയിട്ട് ദുബായി പോയി കുറെ സാധനം എടുത്തുകൊണ്ട് വന്ന്. അപ്പൊ മാസത്തിൽ 25,000 വാടക. 2 വർഷം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ബിൽഡിംഗ് ഓണർ സൊസൈറ്റിയാണ്, അവരോട് പറഞ്ഞു ആത്മഹത്യ ചെയ്യാതെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്തിരുന്നതാണ്. മില്യൺസ് അവിടെ പോയി. പിന്നെ ഒരു ഇന്റീരിയർ കമ്പനി തുടങ്ങി. അത് നാട്ടിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് കൺസൾട്ടിംഗ് ഗ്രൂപ്പിൽ കൊണ്ടുവന്ന എഞ്ചിനീയറിംഗ് കമ്പനി തുടങ്ങി. അപ്പോ അതിലും പോയി മില്യൺസ്. അങ്ങനെ ചെയ്ത് മുഴുവൻ അബദ്ധം. കാരണം നമുക്കറിയില്ല എന്താണ് മാർക്കറ്റിന് ആവശ്യമുള്ളത്. നമ്മൾ വിചാരിച്ച് കുറെ കാശ് മുടക്കിയിട്ട് കുറച്ച് ഷോപ്പ് ഇട്ടാൽ എല്ലാം ആയി എന്നുള്ളൊരു ധാരണയായിരുന്നു നമുക്കുള്ളത്. ആ ഷോപ്പ് നന്നായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുക, കുറെ കാശ് ഉണ്ടാക്കുക, കുറെ കാശ് കൈമുണ്ടായാൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് വരുമെന്നുള്ള ഒരു ധാരണ, മിഥ്യാധാരണ. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും പാടില്ല. ശരിക്കും ഈ വിശ്വാസികളോട് ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു താങ്ക് യു കാര്യത്തിൽ നിങ്ങൾ നിൽക്കരുത്. ഫസിസ്ക. അറിവില്ലാത്ത ഒരു കാര്യത്തിൽ നിൽക്കരുത് നമ്മളോട് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊന്നും കേൾക്കാതെ ഒരു വ്യാമോഹം, എന്തൊക്കെ നമ്മുടെ ധാരണ, ഒരു മിഥ്യാധാരണ, കുറെ കാശുണ്ടെങ്കിൽ കച്ചവടം നടക്കും, ലാഭം ഉണ്ടാക്കാന്നുള്ളത്. എന്താണ് മാർക്കറ്റിന് ആവശ്യമുള്ളത്, ഏത് പ്രൊഡക്റ്റാണ് മാർക്കറ്റിന് ആവശ്യമുള്ളത്, അത് ആർക്കൊക്കെയാണ് അത് ആവശ്യമുള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ ഷോപ്പ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ധാരണയില്ലാതെ കുറെ കാശ്, കോടികൾ എന്തൊക്കെയോ കളിച്ചു. കോടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ഫലിന്റെ കോടികളല്ല, ആകെ ജീവിതത്തിൽ ഊണും ഉറക്കവും ഉണ്ടാക്കിയ കുറച്ച് കോടികൾ അത് എവിടേക്കോ നഷ്ടപ്പെടുത്തി. ദുബായ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, ഒമാനിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, കുവൈത്തിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. എന്താണ് ആദ്യത്തെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ് യുവർ അല്ലെ, ഇൻവെസ്റ്റിംഗ് യുവർ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റിംഗ്. ബിഫോർ ആ, നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് അതൊന്നും നമ്മൾ ബിഫോർ പഠിക്കാതെ, ഇൻവെസ്റ്റ്മെന്റ്. നമ്മള് അയാള് നല്ല മനുഷ്യനാണ്, അയാള് ജീവിതത്തിൽ സിസർ പോലും വലിക്കാത്ത മനുഷ്യനാണ്, അയാൾ സത്യം മാത്രം പറയുന്ന പറഞ്ഞിട്ട് ഞാൻ കുവൈത്ത് കൊണ്ടുപോയി 19 ലക്ഷം കൊടുത്തു. കേരളത്തിൽ പൊട്ടിപ്പോയ ജ്വല്ലറി കാശ് കൊടുത്തു. ഇപ്പൊ ഞാൻ എന്നെ പറയണ്ടേ, എന്നെ പിടിച്ച് തല്ലാൻ ആളില്ലായിട്ടാണ്. ഇപ്പാണ് ശരിക്കും ഈ കാശൊക്കെ കെട്ടതിന്റെ ശേഷമാണ് ഒരു കുട്ടി നമ്മളെ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റിങ്ങും പ്രൊഡക്റ്റും ഒന്നും അറിയാതെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക എന്നുള്ളതാണ്. സോറി എല്ലാരോടും, ഇനി അങ്ങനെ ഉണ്ടാവില്ല. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ രീതി നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഇൻസൈറ്റ് കിട്ടുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം. വി ക്യാൻ ഡു എനിത്തിങ്, ബട്ട് വി കാൻ ഡു എവറിത്തിങ്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ഏറ്റവും വരികയാണ്, പ്രത്യേകിച്ച് ഈ ബിസിനസ്സിൽ എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരിക്കലും തന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സാധ്യമല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത്, അപ്പൊ നമ്മുടെ ഏരിയ എവിടെയാണെന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക എന്നുള്ളത്. മാർച്ചിന് ശേഷം അല്ലെങ്കിൽ ഏപ്രിൽ 1 ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽക്ക്, അതല്ലെങ്കിൽ കഴിഞ്ഞ മാസം മുതൽക്ക് തന്നെ അതിനൊരു പ്രവർത്തനം തുടങ്ങി. ഇന്നലെ പോയി ഒരു മീറ്റിംഗ് നടന്നു. ആദ്യം തന്നെ, കാരണം പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ മാർക്കറ്റിംഗ്, അതോടൊപ്പം തന്നെ ഏതൊക്കെ കസ്റ്റമേഴ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത് അവരെ പോയി കണ്ട് കൺവിൻസ് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുക. അപ്പോൾ മാർക്കറ്റ് തന്നെയാണ് നമുക്ക് ഇൻസൈറ്റുകൾ നൽകുന്നത്. ഇന്നലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോയി ഞാൻ കംപ്ലീറ്റ് ഡാറ്റയല്ല, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് അവർ വിൽക്കുന്നത്, ഫ്ലോറിൽ ആളുകളോട് സംസാരിച്ചു, ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് വരുന്നത്, ഏത് പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്, എങ്ങനത്തെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. ഇത്തരത്തിലുള്ള മാർക്കറ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ അതിനനുസരിച്ച് ഫിക്സ് ചെയ്യുക. അതല്ലാതെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്ന പ്രോഡക്റ്റ് മറ്റുള്ളവരെ മുന്നിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഈസിയായി നമ്മുടെ പ്രോഡക്റ്റ് പിച്ച് ചെയ്യാനും ആ 80% മുകളിലുള്ള 20%, ആ 20% കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു. അവർ എവിടെയാണ് ഉള്ളതെന്നും അവരിലേക്ക് എൻ്റെ പ്രോഡക്റ്റിനെ, എൻ്റെ ഇൻഫർമേഷനെ എങ്ങനെ നമുക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്ന് നാം ഓരോരോ സന്ദർഭത്തിൽ ആലോചിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളത്
മാർക്കറ്റാണ് പലപ്പോഴും നമുക്ക് കൃത്യമായ ഇൻഫർമേഷനുകൾ നൽകുന്നത്, അതല്ലാണ്ട് വ്യക്തികളല്ല എന്നുള്ളത്. പലപ്പോഴും നാം ഓരോരുത്തരും ചോദിക്കാറുണ്ട്, ചില വ്യക്തികളോട് ചോദിക്കും എന്താണ് അവസ്ഥ, ചില സെയിൽസ്മാനോട്, നമ്മുടെ കൂട്ടത്തിലുള്ള സെയിൽസ്മാനോട് നാം ചോദിക്കും എന്താണ് അവസ്ഥ. ഞാനൊക്കെ ഇത്രയും നാൾ അതന്നെ ചോദിക്കും. എൻ്റെ ഏറ്റവും ക്ലോസ്ഡ് ആയി നിൽക്കുന്ന ഒരു 4-5 പേരുണ്ട്, അവരോട് ചോദിക്കും എന്താണ് ചോദിക്കും. നാം ചോദിക്കേണ്ടത് മാർക്കറ്റിലേക്ക് ഇറങ്ങി മാർക്കറ്റിനോടാണ് ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് ആവശ്യം. അങ്ങനെ നാം ഉണ്ടാക്കിക്കൊണ്ടുവരും. നമുക്ക് മനസ്സിലാകുന്നു ആ പ്രോഡക്റ്റ് ഒരിക്കലും തന്നെ നാം പിൻവലിക്കേണ്ടി വരില്ല എന്ന്. കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാനൊരു ഷോപ്പ് പുതുതായി തുടങ്ങി. അവിടെ പുതുതായി നമ്മുടെ മാർക്കറ്റിന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, കഴിഞ്ഞ ഒരു 3 വർഷത്തോളമായി ഒരു ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടി ഞാൻ കുറെ ഗിഫ്റ്റുകളുടെ പ്രോഡക്റ്റ് സൗദി സോവറിങ്സിനെ കുറിച്ചുള്ള കളക്ഷനുകൾക്ക് വേണ്ടി ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൃത്യമായിട്ടുള്ള നല്ല പ്രോഡക്റ്റുകൾ ഇല്ല എന്ന്. അങ്ങനെ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ ചൈന പോയപ്പോൾ എന്ത് ചെയ്തു, അത് കുറച്ചൊന്ന് അന്വേഷിച്ചു. കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട്, ഇന്ന് അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ മാർക്കറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ നാം അറേഞ്ച് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു സെയിൽസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് പലപ്പോഴും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാം ഒരിക്കലും ഫോക്കസ് ചെയ്യാത്ത ഒരു ഡിപ്പാർട്ട്മെന്റാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്കുള്ളത്. അവരാണ് ശരിക്ക് പ്രവർത്തിച്ച് ഇൻഫർമേഷൻ, ഇന്ന സാധനമാണ് ആളുകൾ അന്വേഷിക്കുന്നത്, ഇന്നതാണ് കസ്റ്റമർ പെയിൻ എന്ന്. സാറിനെ പലപ്പോഴും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സാർ ഒരു സെഷന്റെ ഭാഗമായി പറഞ്ഞു, കഴിഞ്ഞ ദുബായ് പ്രോഗ്രാമിൽ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞു, സാറിൻ്റെ അടുത്ത് ഞാൻ 2021 എത്തിയത് ഒരു ഓൺലൈൻ സെഷനിലൂടെയായിരുന്നു. ആ സന്ദർഭത്തിലാണ് സാറ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു, മുജീബ് എത്തിയത് ഒരു 4 ദിവസത്തെ ഓൺലൈൻ സെഷനിലൂടെ. എന്തുകൊണ്ട് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിന് ബദലായി നമുക്കൊരു ഓൺലൈൻ പ്രോഗ്രാം സെറ്റ് ചെയ്തുകൂടാ? കാരണം മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. 3 വർഷവും ഞാൻ സാറിന്റെ കൂട്ടത്തിൽ, 3.5 വർഷത്തിലധികം ഞാൻ സാറിന്റെ കൂട്ടത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഓരോരോ ദിവസം കിട്ടുന്ന ഓരോരോ ഇൻഫർമേഷൻ ഒരിക്കൽ സാർ തന്നെ പറഞ്ഞു, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ, കഴിഞ്ഞ WR പ്രോഫിറ്റ് എന്ന ആ പ്രോഗ്രാമിന്റെ ഒരു ത്രെഡ് അതായിരുന്നു. കാരണം ഞാൻ എത്തിയത് ഒരു ഓൺലൈൻ സെഷനിലൂടെയായിരുന്നു, 1499 രൂപയുടെ ഒരു സെഷൻ. അപ്പൊ മാർക്കറ്റ് നൽകുന്ന ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനുകളെ നാം ഒന്ന് പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഷാർപ്പായ ചോദ്യങ്ങൾ, കൃത്യമായ ഇൻഫർമേഷനുകൾ ലഭ്യമാവുന്ന രീതിയിൽ നാം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകും. നമ്മുടെ ചോദ്യങ്ങളെ നാം ഫോക്കസ്ഡായി കൃത്യമായി ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ നാം ചോദിച്ചു തുടങ്ങുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് അത്തരത്തിലൊരു കൾച്ചർ ബിൽഡ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥാപനങ്ങളിൽ നിർബന്ധമായി നാം ഉണ്ടാക്കിയെടുക്കണം. പലപ്പോഴും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാറുണ്ട്, ഫിനാൻസ് ഉണ്ടാവാറുണ്ട്, HR ഉണ്ടാവാറുണ്ട്, പക്ഷെ മാർക്കറ്റ് ഉണ്ടായില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എൻ്റെ പക്കൽ ഒരുപാട് സ്റ്റോക്കുകൾ, എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിൽസ് എനിക്ക് വരാറുണ്ട്. ഞാൻ ഒരിക്കൽ സാറിനോട് ചോദിച്ചു, സാറേ വേണ്ടത്ര സെയിൽ വരില്ല, സെയിൽസ് ഉണ്ട് അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകും, പക്ഷെ എന്താണോ എൻ്റെ കപ്പാസിറ്റി അതിനനുസരിച്ചുള്ള ഒരു സെയിൽ വരില്ല. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു വാക്ക് മാർക്കറ്റിംഗ് സ്ട്രോങ് ആണ്. പക്ഷെ അന്നും എനിക്ക് എന്ത് ചെയ്തു, കൃത്യമായി മനസ്സിലായ കാര്യങ്ങൾ, പക്ഷെ നമുക്ക് ഉള്ളോട്ട് എടുക്കുന്ന രീതി, അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ നിമിഷം മുതൽക്ക് തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു എനർജി കിട്ടുന്ന രീതിയിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ സെഷൻ എനിക്ക് കിട്ടിയ ഇൻസൈറ്റ്, നിർബന്ധമായും നാം ഓരോരുത്തരും തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നാം നിർബന്ധമായും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ഓരോരുത്തരുടെ ഇൻഡസ്ട്രിയുടെ അനുസരിച്ചിട്ടാണ് നാം എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത്. ഒരു സ്ലൈഡ് ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതിനപ്പുറത്ത് കൃത്യമായി നമ്മളെ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നാം ലഭ്യമാക്കുക. പലപ്പോഴും നമുക്ക് മാത്രമോ അല്ലെങ്കിൽ നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം, ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ സാറിന്റെ അടുത്ത് ഒരിക്കലും തന്നെ സാറിന്റെ അടുത്ത് അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് സാർ എന്നാണ് ഇതിനെ ഹെഡ് ചെയ്യുന്നത്. കാരണം
അതിന്റെ പെയിൻ, ആ കസ്റ്റമറുടെ പെയിൻ നാം കൃത്യമായി മനസ്സിലാക്കാൻ ഒരു പക്ഷേ നമ്മൾ തന്നെ ഇറങ്ങി പണിയെടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് റൺ ഔട്ട് ഓഫ് ക്യാഷ്, 2 പുവർ മാർക്കറ്റിംഗ്. മൂന്നാമത്തേത് നോ ബിസിനസ് മോഡൽ. നമ്മുടെ ബിസിനസ് മോഡലിന്റെ അവസ്ഥ എന്താണ്? എത്രമാത്രം സ്ട്രോങ് ആയ ഒരു ബിസിനസ് മോഡലാണ് ഉള്ളത്? നമുക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. 2025 കാര്യങ്ങൾ എന്തൊക്കെയാണ് നാം സെറ്റ് ചെയ്തത്? ഒരു 3 വർഷങ്ങൾക്കപ്പുറത്തേക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണം? ഒരു 10 വർഷങ്ങൾക്കപ്പുറത്ത് നാം എവിടെ എത്തി? പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് എന്നാൽ നല്ല സ്റ്റാഫിനെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും നല്ല സ്റ്റാഫ് ഒരിക്കലും തന്നെ ക്യാഷിന്റെ പിന്നിലല്ല, അല്ലെങ്കിൽ സാലറിക്ക് പിന്നിലല്ല എന്നുള്ള അറിവ് നാം നേടേണ്ടത്. എന്താണ് നിങ്ങളുടെ ബിസിനസ് മോഡലിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന് അറിയിക്കൂ. ബിപിൻ രാജൻ, എന്താണ് സാറിന്റെ ബിസിനസിനെ കുറിച്ച്, ബിസിനസ് മോഡലിനെ കുറിച്ച് പറയാനുള്ളത്? അഖിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. के आला बिपिन राज, right? ബിപിൻ രാജൻ. बिपिन राज. ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊരു ബിസിനസ് മോഡൽ ഇല്ല. ഇപ്പൊ ഇത് കണ്ടുവരുന്നേ ഉള്ളൂ. ഞാനൊരു ഡിസംബർ എൻഡ് തൊട്ടാണ് സാറിന്റെ ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് ബിൽഡപ്പ് ആവുന്നതേ ഉള്ളൂ. ഇതുവരെ അങ്ങനെ ഒരു ക്ലിയർ കാഴ്ചപ്പാടില്ലെന്ന്. ഡെയിലി വരിക, നമ്മൾ ബിസിനസ് ചെയ്തു പോവുക. ഇവിടെ എന്താണെന്നുള്ള കാര്യത്തിന്റെ ഓരോ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എത്ര വർഷമായി ബിസിനസ് വർക്ക് ചെയ്ത? ഇപ്പം 1.5 years. സോറി, 1.5 years. 1.5 years. അതെ. Yes. പലപ്പോഴും നമ്മുടെ അവയർനെസിന്റെ കുറവാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വന്നത്. കാരണം ഒരുപാട് യാത്ര കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ 1.5 വർഷത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു സെഷനിലേക്ക് വന്നത് സാറിന്റെ ഭാഗ്യമെന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുകൾ വളർത്താൻ സാധിക്കും. കാരണം നമുക്ക് ഇവിടുന്ന് ലഭ്യമാകുന്ന അറിവുകളും അതോടൊപ്പം തന്നെ തിരിച്ചറിവുകളും ഈ കമ്മ്യൂണിറ്റി നൽകുന്ന എനർജി ഈ ഒരു വർഷം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. വലിയ പരാജയങ്ങൾക്കപ്പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരുപാട് അവയർനെസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? എവിടെയാണ് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഏതൊക്കെ രീതിയിൽ? ഇപ്പൊ 2025 ഒരു വിഷൻ തയ്യാറാക്കിയോ? ഇല്ല, ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രോസസ്സിലാണ്. അതിന്റെ പ്രോസസ്സിലാണ്. താങ്ക് യു. യെസ്. തീർച്ചയായിട്ടും നമുക്ക് 2025 2028 2028 ഇതും കൂടി നമ്മൾ കൃത്യമാക്കി എടുക്കുന്നു. കാരണം വേണമെങ്കിൽ 2 സെഷനുകളുണ്ട്. വിവിഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 സെഷനുണ്ട് CRM. ആ 2 സെഷൻ ഒന്ന് കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. പലപ്പോഴും നമുക്ക് അറിയില്ല നാം എവിടേക്കാണ് പോകുന്നത്. 2028 കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത്. 2 രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഇന്ന് കാലത്ത് വന്നിട്ട് എന്ത് ചെയ്യുക? ഡോർ ഓപ്പൺ ചെയ്ത് കാത്തിരിക്കാം കസ്റ്റമറെ, ആരെങ്കിലൊക്കെ വരുമെന്നുള്ള രീതിയിൽ. ആരാ വരുമെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമർ അവിടെ ഉണ്ടായിരിക്കും. അതിന്റെ ഇൻഫർമേഷൻ നമുക്കുണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമറെ കാത്തിരിക്കുന്നതിൽ നിന്നും കസ്റ്റമർ നമ്മളെ കാത്തിരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാൻ അത് കൃത്യമായി ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും കൃത്യമായ വിഷനും വേണം. 2025 2028 നമുക്ക് ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത്. 2035 ഒരു വിഷനും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. കാരണം അതൊരു ഇൻഫിനിറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ ഒരു നോർത്ത് സ്റ്റാർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും
നമ്മുടെ ആ യാത്രക്ക് ഒരുപാട് സുഖങ്ങൾ ഉണ്ടായിരിക്കും. നാം ഒരിക്കലും തന്നെ ആ ഒരു റിസൾട്ടിനെ അല്ല പ്രണയിക്കുന്നത്, ആ ഒരു പ്രോസസ്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിനപ്പുറത്ത് നമ്മുടെ ആ ജേണിയെ നാം ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി നാം ഇത്തരത്തിലുള്ള സെഷനിൽ പങ്കെടുക്കുന്നു, നമുക്ക് കിട്ടുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇൻസൈറ്റുകളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നൽകും, ഒരുപാട് എനർജി നൽകും. ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എനിക്കാണെങ്കിൽ ബിസിനസ് മോഡൽ നാം സെറ്റ് ചെയ്യുക. എവിടെയാണ് നാം ഓരോരുത്തർ നിലകൊള്ളുന്നത്, എവിടേക്കാണ്, എത്രമാത്രം സ്ട്രോങ് ആയ ബിസിനസ് മോഡലാണ്. 2022 സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹം പറയുന്നത് 1000 കോടി ടേൺ ഓവറുള്ള 10 കമ്പനികൾ, 100 കോടി ടേൺ ഓവറുള്ള 100 കമ്പനികൾ, 10 കോടി ടേൺ ഓവറുള്ള 1000 കമ്പനി. അതൊരു വലിയ ഇൻസൈറ്റാണ്. നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചും നമ്മുടെ ബിസിനസിനെ കുറിച്ചും അത്തരത്തിലുള്ള വലിയ വിഷനെ കാണാനുള്ള ശേഷി നമുക്കുണ്ടാക്കുവാൻ നാം ഓരോരുത്തർ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം നമ്മുടെ വിഷനെ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യും. ആ വിഷനെ നമുക്ക് സെൽ ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും വലിയ വലിയ ആളുകൾ നമ്മളിലേക്ക് എത്തും. നമുക്കൊരിക്കലും തന്നെ നമുക്ക് ആവശ്യമുള്ള ആളുകൾ തേടി പോകേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ വിഷനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം അതല്ലെങ്കിൽ പ്രകൃതി നമ്മളിലേക്ക് അതിന് വേണ്ടുന്ന ആളുകളെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന് മുമ്പ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ വിഷൻ തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നമുക്കോരോരുത്തർക്കും സാധിക്കണം. ആ രീതിയിൽ 2025-ഉം 2028-ഉം 2035-നെ കുറിച്ചുമുള്ള കൃത്യമായ ഒരു ഫോക്കസ് ചെയ്തിട്ട് ഒരു ബിസിനസ് മോഡൽ നാം ഉണ്ടാക്കിയെടുക്കുക. നമുക്ക്